തിരക്കഥാ വിവാദത്തിൽ മേജർ രവിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കർമ്മയോദ്ധ സിനിമയുടെ തിരക്കഥ മേജർ രവിയുടേതല്ലെന്ന് കോടതിയുടെ കണ്ടെത്തൽ. പരാതിക്കാരൻ റെജി മാത്യു ആണ്. റെജി മാത്യുവിന് 30 ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്നും കോട്ടയം കമേഴ്സ്യൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. കോടതി രണ്ട് സിനിമയുടെ ബേസിസ്, അതായത് വൺ ലൈൻ സ്റ്റോറിയും ബാക്കി ഡീറ്റെയിൽസും നോക്കിക്കഴിഞ്ഞിട്ട് കർമ്മയോദ്ധായുടെ തിരക്കഥ റെജി മാത്യു കോടതി ഹാജരാക്കിയ തിരക്കഥയാണെന്ന് കണ്ടു. അതനുസരിച്ച് ഇതിൻ്റെ അവകാശം പൂർണ്ണമായിട്ടും റെജി മാത്യുവിനാണെന്ന് കണ്ടു. അതനുസരിച്ച് ഇനിമേലിൽ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല ഒരു പ്ലാറ്റ്ഫോമിലും. രണ്ടാമത്, ഇതിൻ്റെ മറ്റു ഭാഷാ റൈറ്റ്സ് ഉണ്ട്. അതുമെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥാകൃത്തിന് കിട്ടുന്ന എല്ലാ അബ്സല്യൂട്ട് റൈറ്റും ഇദ്ദേഹത്തിനാണെന്ന് കണ്ടു. മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുകയും അങ്ങനെയാണ് കർമ്മയോദ്ധയ്ക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി കൊടുക്കുന്നത്. അത് ആ സമയത്ത് ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ വന്ന ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം 18 വയസ്സിന് താഴെ പ്രായമുള്ള 80 ലക്ഷം പെൺകുട്ടികൾ മിസ്സിംഗ് ആവുന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ കഥയ്ക്ക് ബേസ്. അത് തന്നെയാണ് സിനിമയും. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന് അത് എഴുതി കൊടുക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായ കഥയും തിരക്കഥയും സംഭാഷണവും അദ്ദേഹം സ്വീകരിച്ച ശേഷം എന്നോട് പറഞ്ഞു, നിർമ്മാതാവ് ഇപ്പോൾ ചില പ്രശ്നത്തിലാണ്, അതുകൊണ്ട് ഒരു പുതിയ നിർമ്മാതാവിനെ കണ്ടെത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, ഞാൻ താങ്കളെ അറിയിച്ചോളാം എന്ന് പറഞ്ഞു. ടോബി ജോൺസനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ടോബി, ഇതിപ്പോൾ മേജർ രവിക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഈ റെജി മാത്യുവിൻ്റേതു തന്നെയാണ് തിരക്കഥ എന്നുള്ളത് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു അല്ലേ? സ്മിത, തീർച്ചയായിട്ടും കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്, പുതുപ്പള്ളി സ്വദേശിയാണ് തിരക്കഥാകൃത്തായിട്ടുള്ള റെജി മാത്യു, അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം 12 വർഷം നീണ്ട നിയമ നടപടികളായിരുന്നു, കോടതി നടപടികളാണ് നടന്നുപോയത്. അതിന്റെ അവസാനമാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. ഇദ്ദേഹം ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, ഇത് തന്റെ തിരക്കഥയാണ്, അത് മേജർ രവിയെ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് നൽകിയതാണ്, അതിനുശേഷം തന്നെ ഒഴിവാക്കി ഈ സിനിമയുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരാളുടെ പേരിൽ തിരക്കഥയും സംഭാഷണവും കൊണ്ടുവന്ന് അത് സിനിമയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അന്ന് മുതൽ തന്നെ അതിനെ ചലഞ്ച് ചെയ്തിരുന്നു. എന്തായാലും കോടതിയിൽ ഇത് വിശദമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ റെജിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ വന്നിരിക്കുന്നത്. റെജി ഹാജരാക്കിയ രേഖകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എഴുതിയ തിരക്കഥയിൽ മേജർ രവി ചില തിരുത്തുകൾ വരുത്തിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇത് തന്റേതാണെന്ന് കോടതിയെ ബോധിപ്പിച്ചതെന്നാണ് പറയുന്നത് റെജി പറയുന്നത്. എന്തായാലും ഈ കേസിൽ മേജർ രവിയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തെ 2 തവണ നമ്മൾ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. അപ്പീൽ പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം കീഴ്ക്കോടതിയിൽ നിന്നുള്ള വിധിയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 40 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ ഈ പകർപ്പവകാശത്തിന്റെ തിരക്കഥയുടെ ഉടമസ്ഥാവകാശം തനിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് റെജി കോടതിയെ സമീപിച്ചത്. എന്തായാലും ആ ഉടമസ്ഥാവകാശം റെജിക്കാണെന്നും ഒപ്പം തന്നെ 30 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നുമാണ് ഈ കൊമേഴ്ഷ്യൽ കോടതി, കോട്ടയത്തെ കൊമേഴ്ഷ്യൽ കോടതി. ടോബി ജോൺസണാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.